ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഒരു മാംഗോ മിൽക്ക് കേക്ക് പുഡിങ്ങാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഓവൻ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണമാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നമുക്ക് പ്യൂരിയാക്കി എടുക്കാം. നമ്മുടെ മാങ്ങ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു അര കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ റെയിൻബോ മിൽക്ക്, അര കപ്പ് വിപ്പിംഗ് ക്രീം, ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ സോസ് നമുക്ക് മാറ്റി. ഞാനൊരു 12 പീസ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരോ ബ്രെഡ് എടുത്തിട്ട് സോസിൽ മുക്കി നമ്മുടെ പുഡിംഗ് ട്രേയിലൊന്ന് സെറ്റ് ചെയ്യാം. സോസിൽ ബ്രെഡ് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. വീണ്ടും നമുക്ക് ബ്രെഡ് നമ്മുടെ സോസിൽ മുക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങൾ വിതറി കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡും നേരത്തെ ചെയ്ത പോലെ സോസിൽ മുക്കി നമുക്ക് സെറ്റാക്കാം. ബാക്കിയുള്ള സോസ് നമുക്ക് പിന്നീട് ആവശ്യം വരെ അത് നമുക്ക് മാറ്റി വെക്കാം. അതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പാറ്റേൺ വരച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. സാധാരണ ഉണ്ടാകുന്ന മിൽക്ക് കേക്കിനെ പോലെ തന്നെയാണ് ഇതിന് ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.